മോൺറോ കെല്ലി ഡോക്ടറിൻ 1783 എന്ന് പറയുന്നത് ബ്രെയിൻ എന്ന് പറയുന്നത് റിജിഡ് ബോക്സ് ആണ്, ക്ലോസ്ഡ് വോൾഡിലാണ്, ഇൻകംപ്രസബിൾ ബ്രെയിൻ ആണ്. ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ഈ എന്തെങ്കിലും ഒരു മാസ് ബ്ലഡ് നമ്മുടെ ബ്രെയിനിൻ്റെ CSF ഉണ്ട്, ആർട്ടീരിയൽ ബ്ലഡ് ഉണ്ട്, ബ്രെയിൻ ഉണ്ട്, വീനസ് ബ്ലഡ് ഉണ്ട്. ഇപ്പോൾ ഒരു മാസ് എന്തെങ്കിലും വെക്കുവാണെങ്കിൽ, ഒരു ട്യൂമർ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇത് CSF ആൻഡ് ടു ഡ്രെയിൻ ആ സ്പേസിന് ഉണ്ടാക്കാൻ വേണ്ടി CSFയിൽ നിന്ന് വീനസ് ബ്ലഡിനും കോമൺ അവിടുന്ന് ബ്ലഡ് ഡ്രെയിൻ ചെയ്യും. പക്ഷേ ഫർദർ ഇൻക്രീസ് ഇൻ ദിസ് മാസ് കൂടുമ്പോൾ, സൈസ് കൂടുമ്പോൾ ഇൻട്രാക്രൈനിൻ്റെ പ്രഷർ കൂടും. അങ്ങനെ അത് അവിടെ ഹൈപ്പോ പെർഫ്യൂഷൻ, ഇസ്കീമിയ ഉണ്ടാകും, ഹെർണിയേഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി ദിസ് സെർബ്രൽ ദിസ് ടെമ്പറൽ ലോബ്, ലങ്കസ് ഓഫ് ദ ടെമ്പറൽ ലോബ് ഹെർണിയേഷൻ ഉണ്ടാകുന്നു. സെർബല്ലാർ ടോൺസിൽ ഇതുപോലെ ഹെർണിയേഷൻ ഉണ്ടാകുന്നു ഫൊറാമൻ മാഗ്നത്തിലൂടെ. അങ്ങനെ അത് അവിടുത്തെ മിഡിലറി റെസ്പിറേറ്ററി സെൻറ്റേഴ്സിനെയൊക്കെ അഫക്റ്റഡ് ആക്കിയിട്ട് കുഷിങ് സിൻഡ്രോം ട്രയഡ് ഉണ്ടാകുന്നു. റെഗുലർ റെസ്പിറേഷൻ, ഡിക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, ഹൈപ്പർ ടെൻഷൻ അങ്ങനെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഫാലക്സ് സെറിബ്രെ സബ്ഫാൽസിയൻ ഹെർണിയേഷൻ എന്ന് പറയും, സിംഗുലേറ്റ് ഗൈറക്സിലൂടെ ഹെർണിയേഷൻ ഉണ്ടാകുന്നു. CP മോൺട്രോ കെല്ലി ഡോക്ടർ എന്ന് പറയുന്നത് ക്രേനിയൽ സെർബ്രൽ പെർഫ്യൂഷൻ പ്രഷർ എന്ന് പറയുന്നത് മീൻ ആർട്ടീരിയൽ പ്രഷർ മൈനസ് ഇൻട്രാക്രൈനിയൽ പ്രഷറാണ്. അപ്പോൾ ഇൻട്രാക്രൈനിയൽ പ്രഷർ കൂടുമ്പോൾ സെർബ്രൽ പെർഫ്യൂഷൻ പ്രഷർ കുറയും. ഓക്കെ, താങ്ക് യു.